ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ ഫോക്കസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് പേരും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. പക്ഷെ അതിൽ ചില ആൾക്കെങ്കിലും അഡ്മിഷൻ എടുത്തത് തെറ്റായിപ്പോയി, അഡ്മിഷൻ എടുക്കണ്ടായിരുന്നു എന്നതൊരു ചിന്ത വന്നിട്ടുണ്ടാകും. അതിനാൽ തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലതവണ ചിന്തിച്ച് മാത്രം ചെയ്യുക. കാരണം ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നതൊക്കെ വളരെ ഈസിയുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ക്യാൻസലേഷൻ, റീഫണ്ട് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇഗ്നോയുടെ റീഫണ്ട് പോളിസിയും അതേപോലെ തന്നെ ക്യാൻസലേഷനുമുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഗ്നോയിൽ ക്യാൻസലേഷൻ അതേപോലെ തന്നെ റീഫണ്ട് പോളിസി ഒന്നും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന പോർട്ടലിൽ പോയിട്ട് ക്യാൻസലേഷൻ കൊടുത്താലൊന്നും നമ്മുടെ അഡ്മിഷൻ ക്യാൻസലാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ക്യാൻസലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ റീജിയണൽ സെൻറ്ററിലേക്ക് മെയിൽ അയക്കുക എന്നതാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങളൊരു റീജിയണൽ സെൻറ്ററും അതേപോലെ തന്നെ സ്റ്റഡി സെൻറ്ററും സെലക്ട് ചെയ്തിട്ടുണ്ടാകുമല്ലോ. ആ റീജിയണൽ സെൻറ്ററിലേക്ക് നിങ്ങൾ മെയിൽ അയക്കുക. ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ കൺഫേം ആയാൽ നിങ്ങൾക്ക് ഒരു എൻറോൾ നമ്പറൊക്കെ കിട്ടുമല്ലോ. ആ എൻറോൾ നമ്പർ, നിങ്ങളുടെ പേര്, നിങ്ങൾ ചൂസ് ചെയ്ത സ്റ്റഡി സെൻറ്റർ, കോഴ്സ്, ഇതൊക്കെ വെച്ചിട്ട് ഒരു റിക്വസ്റ്റ് അയക്കുക. നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അയക്കുക. ആ റിക്വസ്റ്റിനൊപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടുമല്ലോ, നിങ്ങൾ ഫീസ് അടച്ചതിൻ്റെ എല്ലാം ഫോം കിട്ടുമല്ലോ, അതും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് മെയിൽ അയക്കുക. അഡ്മിഷൻ ക്യാൻസലേഷൻ ചെയ്ത് തരണം, അതേപോലെ തന്നെ എനിക്ക് എൻ്റെ ഫീസ് റീഫണ്ട് ചെയ്ത് തരണമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് പോലുള്ള മെയിൽ അയക്കുക. അവർ ആ മെയിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ക്യാൻസലേഷൻ കിട്ടുള്ളൂ. അവർ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലാക്കി തന്നെന്ന് വെക്കുക, പക്ഷെ നിങ്ങൾക്ക് റീഫണ്ട് എപ്പോൾ കിട്ടുമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. അവരെപ്പോഴാണ് നിങ്ങൾക്ക് മെയിലിന് റീപ്ലൈ അയച്ചത് അന്ന് മുതൽ ഒരു 90 ദിവസത്തിന് ഉള്ളിലായിട്ടാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. അല്ലാതെ നിങ്ങൾ മെയിൽ അയച്ച് അപ്പോൾ തന്നെ അവർ ക്യാൻസലാക്കി തന്നിട്ട് അപ്പം തന്നെ റീഫണ്ട് ചെയ്യില്ല. പിന്നെ റീഫണ്ട് എമൗണ്ട് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഏത് സോഴ്സിൽ നിന്നാണ് നിങ്ങൾ ഇഗ്നോയിലേക്ക് ഫീ പേ ചെയ്തത്, അതേ സോഴ്സിലേക്ക് റിട്ടേൺ ആയിട്ട് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ട് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റീസൊന്നും ഇല്ല. നിങ്ങൾ ഏത് അക്കൗണ്ടിൽ നിന്നാണ് പേ ചെയ്തത് അതേ അക്കൗണ്ടിലേക്ക് തന്നെ അവർ റീഫണ്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഓണായിട്ടല്ല നിങ്ങൾ അഡ്മിഷൻ എടുത്തത്, നിങ്ങളിപ്പോൾ ഒരു അക്ഷയ സെൻറ്റർ വഴിയാണ് നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തെന്ന് വെക്കുക. അപ്പോൾ എവിടേക്കാണ് റീഫണ്ട് കിട്ടുക? അക്ഷയൻ്റെ അക്കൗണ്ടിലേക്കാണ് റീഫണ്ട് കിട്ടുക. അതേപോലെ തന്നെ നിങ്ങൾ എത്രയാണ് ഫീ പേ ചെയ്തത് ആ മുഴുവൻ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് ഒരിക്കലും കിട്ടില്ല. അതേപോലെ തന്നെ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ടും അതേപോലെ തന്നെ പീരീഡ് കഴിയുന്നതിനനുസരിച്ചിട്ട് 300, 500 ഒക്കെ പിരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുള്ളൂ. ഇതാണ് നമ്മൾ ഇഗ്നോയുടെ അകത്ത് അഡ്മിഷൻ എടുക്കുന്ന പോർട്ടൽ. ഇതിനകത്ത് അവർ ക്യാൻസലേഷൻ, റീഫണ്ട് പോളിസി എന്നിവയുടെ മുഴുവൻ വിവരവും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രോഗ്രാം ഫീ ഉണ്ടാകും. അതാണ് നിങ്ങൾ പേ ചെയ്യുന്ന വലിയൊരു എമൗണ്ട്. അതേപോലെ തന്നെ പിന്നെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് ഒരു 300 രൂപ ഉണ്ടാവും. ഡെവലപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു 200 രൂപ കൂടി ഉണ്ടാകും. ഇതിൽ ആദ്യം കൊടുത്ത് തന്നെ നോക്കൂ. ഇതിൽ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് നോൺ റീഫണ്ടബിൾ ആണ്. നോൺ റീഫണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും കിട്ടില്ല. രജിസ്ട്രേഷൻ ഫീസ് എന്നത് 300 രൂപയാണ്. ആ 300 രൂപ നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് പോയിന്റ് നോക്കൂ. നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു, പക്ഷെ നിങ്ങൾക്ക് കൺഫേം ആയിട്ടില്ല, അഡ്മിഷൻ കൺഫേം ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നിങ്ങൾ അഡ്മിഷൻ ക്യാൻസലേഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയക്കുകയാണ്. അതെങ്ങനെ റിക്വസ്റ്റ് അയക്കാമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കൺഫേം ആയതിന് ശേഷമാണ് എൻറോൾ നമ്പറൊക്കെ കിട്ടുക. പക്ഷേ അതിന് മുമ്പ് തന്നെ നിങ്ങൾക്കൊരു കൺട്രോൾ നമ്പർ ഉണ്ടാകും. ആ കൺട്രോൾ നമ്പർ ഒക്കെ വെച്ചിട്ട് അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് റിക്വസ്റ്റ് അയക്കാവുന്നതാണ്. ആ സമയത്താണ് നിങ്ങൾ ക്യാൻസലേഷന് വേണ്ടി കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് മാത്രം അവർ ഈടാക്കി ബാക്കി ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് തരുന്നതാണ്. പിന്നെ അടുത്ത കേസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ കൺഫേം ആവുന്നതിന് മുമ്പുള്ള കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതിന് കൺഫേം ആയതിന് ശേഷമുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആയതിന് ശേഷമാണ് ക്യാൻസലേഷന് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഫീസിൻ്റെ മുകളിൽ 15% അല്ലെങ്കിൽ 2000 രൂപ, ഇതിൽ ഏതാണോ എമൗണ്ട് കുറവ് ആ എമൗണ്ട് പിരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ കിട്ടില്ല. അതേപോലെ തന്നെ അഡ്മിഷൻ കൺഫേം ആയതിന് ശേഷമാണ് ക്യാൻസലേഷന് കൊടുക്കുന്നതെങ്കിൽ ഒന്നെങ്കിൽ പ്രോഗ്രാം ഫീസിൻ്റെ മുകളിൽ 15% അല്ലെങ്കിൽ
2000 രൂപ സബ്ജക്റ്റ് സെല്ലിങ്ങിൻ്റെ 2000 രൂപയിൽ ഇതിലേതാണ് കുറവ് ആ എമൗണ്ട് പിടിച്ചിട്ട് മാത്രമേ നമുക്ക് റീഫണ്ട് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് കാറ്റഗറീസിൽ എക്സംഷൻസ് വരുന്നുണ്ടല്ലോ, അവർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വെറും 500 രൂപ മാത്രം അടച്ചാൽ മതി അവർക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്. അതിൽ അവരുടെ 300 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്, ബാക്കി 200 രൂപ പ്രോഗ്രാം ഫീ ആണ്. അവരാണ് ക്യാൻസലേഷന് കൊടുക്കുന്നതെങ്കിൽ അവരുടെ 300 രൂപ പിടിച്ചിട്ട് 200 രൂപ മാത്രമേ അവർക്ക് റീഫണ്ട് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി വേറൊരു പോയിൻ്റായിട്ട് അവർ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽ വേണോ വേണ്ടേ എന്ന് കൊടുക്കുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ മെറ്റീരിയൽ വേണ്ട എന്നാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് ഈ 2000 രൂപ അല്ലെങ്കിൽ 15% പ്രോഗ്രാം ഫീ ഒന്നും ഈടാക്കില്ല. അവരിൽ നിന്ന് ഈടാക്കുന്നത് വെറും രജിസ്ട്രേഷൻ ഫീസ് മാത്രമാണ്. 300 രൂപ കുറച്ച് ബാക്കി എമൗണ്ട് അവർക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാനുള്ള കാരണം എന്തെന്നാൽ, പല ആൾക്കാരും ഈ കൺഫർമേഷൻ വന്നതിന് ശേഷം പ്രോഗ്രാം വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്യുന്നവരുണ്ട്. ഈ സാഹചര്യം വരുമ്പോൾ ഇഗ്നോ ഓൾറെഡി അവരുടെ ബുക്ക് അയച്ചിട്ടുണ്ടാകും, മെറ്റീരിയൽ അവർക്ക് അയച്ചിട്ടുണ്ടാകും. ഈ സമയത്ത് നിങ്ങൾക്ക് ബുക്ക് കിട്ടുകയും ചെയ്യും, അവർക്ക് അവരുടെ ബുക്കിൻ്റെ എമൗണ്ട് അവിടുന്ന് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുകയും വേണം. ആ സമയത്ത് അവർക്ക് ബുക്കും പോയി എമൗണ്ടും പോയി. ആ ഒരു സാഹചര്യത്തിൽ ഇഗ്നോയ്ക്ക് നഷ്ടം വരുന്നതിനാലാണ് ഇഗ്നോ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ബുക്ക് മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ കൺഫർമേഷൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പക്കൽ നിന്ന് 2000 രൂപയോ അല്ലെങ്കിൽ 15% ഫീ റീഫണ്ട് സമയത്ത് നിന്ന് ഈടാക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ മെറ്റീരിയൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ പക്കൽ നിന്ന് ആകെ ഈടാക്കുന്നത് രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ മാത്രമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ അഡ്മിഷൻ ക്ലോസ് ആയതിന് ശേഷം 60 ദിവസത്തിന് ഉള്ളിൽ തന്നെ റീഫണ്ടിന് കൊടുക്കണം. 60 ദിവസത്തിന് ശേഷം റീഫണ്ടിന് കൊടുത്താൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുകയില്ല. ഇപ്പോൾ ഇഗ്നോയിൽ അഡ്മിഷൻ പ്രോസസ്സ് ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിക്കൊണ്ട് വന്നല്ലോ. അപ്പോൾ ഈ അഡ്മിഷൻ ഇപ്പോൾ ആരെങ്കിലും ക്യാൻസലേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ 60 ദിവസത്തിന് മുമ്പ് തന്നെ ക്യാൻസലേഷന് കൊടുക്കണം. അതിന് ശേഷം കൊടുത്താൽ നിങ്ങൾക്ക് റീഫണ്ട് 1 രൂപ പോലും കിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്